ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഒരു യാത്രയാണ് കേട്ടോ. പള്ളിക്കുന്ന് മാതാവിൻ്റെ പള്ളിയിൽ പോവുകയാണ്. അതിനു മുമ്പ് എൻ്റെ കൂടെ ജോലി ചെയ്ത മനീഷ ടീച്ചറുടെ വീട്ടിൽ പോകണം. അപ്പോൾ ഞങ്ങൾ 4 പേരാണ്, ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ് കേട്ടോ. അലീന, അഞ്ജു, മനീഷ, ഞാൻ. അങ്ങനെ മനീഷയുടെ വീട്ടിൽ പോയി ജ്യൂസൊക്കെ കുടിച്ചു. കുറേ കടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ മനീഷയുടെ ബെഡ്റൂമിൽ ഞങ്ങൾ 4 പേരുള്ള കുറേ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മനീഷയുടെ ഹസ്ബൻഡ് നന്നായിട്ട് കൃഷി ചെയ്യും. ജിനു ചെയ്ത കൃഷിയൊക്കെ കണ്ടു കേട്ടോ. പയർ, തക്കാളി, പച്ചമുളക്, കോളിഫ്ലവർ, കപ്പ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ കഷ്ടപ്പെടുന്നതിനുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. റിച്ചൂസ് അവിടെ നിന്ന് അടക്ക പറക്കുകയാണ്. അങ്ങനെ ഞാനും മനീഷ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഞാനും മക്കളും മനീഷയും കൂടിയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി. അപ്പോൾ മനീഷയുടെ വീടെന്ന് പറയുന്നത് അഞ്ജൂന്നാണ്. മനീഷയുടെ സ്വന്തം വീട് ഇരിക്കുന്നത് ഏച്ചോത്താണ് കേട്ടോ, കുറുമ്പാലക്കോട്ട അതിൻ്റെ അടുത്താണ്. അങ്ങനെ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അവിടുന്ന് മനീഷയുടെ സ്വന്തം വീട്ടിലെത്തി. അപ്പോൾ അവിടെ അച്ഛനെ അമ്മേനെയൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഞാൻ കുറേ ആയി പോയിട്ട്. അങ്ങനെ മനീഷയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി കുറേ നേരം സംസാരിച്ചു. അപ്പം ഇവർക്ക് 10 മിനിറ്റേ ഉള്ളൂ പള്ളിക്കുന്ന് മാതാവിൻ്റെ പള്ളിയിലേക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അച്ഛനും അമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾക്ക് മനീഷയുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ആ ചേച്ചീനെയൊക്കെ കൂട്ടി ഞങ്ങൾ പള്ളിക്കുന്ന് മാതാവിൻ്റെ അടുത്തെത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. അലീനയും അഞ്ജു ഇല്ലാത്തതിന് ഒരുപാട് അവരെ മിസ് ചെയ്യുന്നുണ്ട്. മിസ് യു ഗൈസ്, നിങ്ങളെ 2 പേരെയും ഞങ്ങൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിക്ക് അവിടെ എത്തി. എനിക്കൊരു നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പള്ളിക്കുന്ന് മാതാവിൻ്റെ അടുത്ത് നമുക്ക് ഒത്തിരി നേർച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു 11 വീട് കയറുന്ന നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി അവിടെ നേർച്ചയൊക്കെ കൊടുത്ത് നേർച്ചയൊക്കെ വാങ്ങി വന്ന് കഴിക്കുകയാണ്. പിന്നെ നമുക്കിവിടെ പള്ളിക്കുന്ന് മാതാവിൻ്റെ പള്ളിയിൽ പള്ളിക്ക് ചുറ്റും ഉരുളാം, അതുപോലെ തന്നെ കല്ല് ചുമക്കാം, പിന്നെ നമുക്ക് മുട്ടിലഴിയാം. അങ്ങനെ ഒത്തിരി നേർച്ചകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഉള്ള നേർച്ചകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വസ്ഥമായി പള്ളിയിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം പുറത്തുകൂടിയൊക്കെ നടന്നു കേട്ടോ. മനീഷയുടെ ജനിച്ച് വളർന്ന നാടൊക്കെ ഇവിടെ ആയതുകൊണ്ട് തന്നെ മനീഷയുടെ ഒരുപാട് കസിൻസ്, ഫ്രണ്ട്സ്, മനീഷ ആദ്യം പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികൾ, അതുപോലെ തന്നെ പാരൻസ്, ഇപ്പോൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾ ഒക്കെ ഒരുപാട് പേരെ മനീഷ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തിട്ടുള്ള ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. ജില്ലാ മിഷൻ്റെ ആൾക്കാരത് ആ സ്ഥലം മൊത്തത്തിൽ എടുത്തിട്ട് കുടുംബശ്രീക്ക് വീതിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ നമുക്ക് കൂപ്പൺ എടുക്കണം. അങ്ങനെ കൂപ്പണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. മനോട്ടം പോയിട്ട് കൂപ്പണൊക്കെ എടുത്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ സച്ചുമോനും റിച്ചൂസിനും ഓരോ ദോശ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ദോശ ഓർഡർ ചെയ്ത് അവർ കഴിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ടായിരുന്നു കേട്ടോ. ഒരു നല്ല ആംബിയൻസ് മാത്രമല്ല, ആ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓംപ്ലേറ്റ് കഴിഞ്ഞ പാടെ ഒരു പ്ലേറ്റ് കപ്പ ബിരിയാണി വാങ്ങി. സൂപ്പർ കപ്പ ബിരിയാണി കേട്ടോ, ഒന്നും പറയാനില്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് റിച്ചൂസ് പോയിട്ട് ഒരു ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തു, ചിക്കൻ 65. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും തന്നില്ല, ഞങ്ങൾക്ക് തന്നത് തിരിച്ച് വാങ്ങി. അപ്പോൾ ഞങ്ങൾ പോയിട്ട് മോമോസ് ഓർഡർ ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മോമോസ് കഴിക്കുന്നത്, കുഴപ്പമില്ലായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് പിടി കോഴി. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഓരോ പ്ലേറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട്. പിന്നെ സ്പ്രിംഗ് പൊട്ടറ്റോ വന്നു. അതിൻ്റെ ഇടയിൽ റിച്ചൂസ് ചായ വാങ്ങിയായിരുന്നു കേട്ടോ. 2 ചായയേ വാങ്ങിയുള്ളൂ. സ്പ്രിംഗ് പൊട്ടറ്റോ ഞാൻ വിചാരിച്ചത് വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഒത്തിരി ടേസ്റ്റ് ഇല്ല എന്നാണ് ഞാൻ കണ്ട വീഡിയോയിലൊക്കെ കേട്ടോ. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാനും കഴിച്ചു. പിന്നെ അവിടുന്ന് നമ്മൾ മാതാവിൻ്റെ പൂപ്പന്തലിലേക്ക് പോയി അവിടെ നേർച്ചയൊക്കെ കഴിച്ചതിന് ശേഷം സ്റ്റാളിലേക്ക് കയറി കേട്ടോ. നല്ല ഒരുപാട് ഒരു സ്റ്റാളിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പഴയകാല നൊസ്റ്റു മിഠായികളും അതുപോലെ തന്നെ വെറൈറ്റി ടേസ്റ്റ് പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കമ്മലൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ കപ്പലണ്ടി വറുത്തതുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു, കഴിച്ചുകൊണ്ട് നടന്നു. അതിനിടയിൽ സച്ചുമോനും മനീഷയും കൂടി കറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് വേറെ കുറേ സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ നോക്കി. പിന്നെ മോന് ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു, ചെരുപ്പൊക്കെ വാങ്ങി കേട്ടോ. പിന്നെ ഉത്സവ സ്ഥലങ്ങളല്ലേ, നമുക്ക് ചെറിയൊരു വിലയിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ചില സാധനങ്ങൾക്ക് നമ്മൾ നമ്മുടെ മാനന്തവാടിയിലോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്കാളും കുറവായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഐസ്ക്രീമിൻ്റെ അടുത്തെത്തി, ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക്
മുളക് ബജി കഴിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. മുളക് ബജി അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോളിഫ്ലവർ വാങ്ങിച്ചു. ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. ഇവിടുത്തെ കോളിഫ്ലവറിന് മാത്രമാണ് എനിക്ക് ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് തോന്നിയത്. പക്ഷെ നമ്മൾ വേസ്റ്റ് ആക്കിയൊന്നുമില്ല കേട്ടോ. പൈസ കൊടുത്ത് വാങ്ങിച്ച് നമ്മളതെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ഞങ്ങൾ പോയത് എവിടത്തേക്കാണെന്ന് വെച്ചാൽ പാർക്കിലേക്കാണ്. അപ്പോൾ റിച്ചു കുറേ നേരമായിട്ട് പറയുന്നുണ്ടായിരുന്നു പാർക്കിൽ പോകാമെന്ന്. പക്ഷേ ആളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് കാറിൽ മാത്രം കയറിയാൽ മതി എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, മോനെ ഇത് ചെറിയ ആൾക്കാർ കയറുന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ആദ്യത്തെ ഒരു 3-4 തവണ ഒരു പതുക്കെയാണ് കേട്ടോ പോയത്. കുഴപ്പമില്ലാത്ത രീതിയിൽ മൂവ് ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല സ്പീഡായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പേടിച്ചു. മനീഷ് നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ആളെൻ്റെ കയ്യിലൊക്കെ കയറി പിടിച്ച് അങ്ങനെ നല്ലൊരു രസമായിരുന്നു. പേടിച്ചെങ്കിലും നല്ല സ്പീഡിൽ അവർ വിട്ടു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് സന്തോഷത്തോടുകൂടി ഇറങ്ങി. പിന്നെ നമ്മൾ മാതാവിൻ്റെ പള്ളിയിൽ നേർച്ച ചോറുണ്ട്. ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ നേർച്ച ചോറ് കഴിക്കാതെ നമ്മൾ എത്ര വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം കുറച്ച് നന്നായിട്ട് ഹെവി ആയിട്ട് നമ്മൾ വയറൊക്കെ നിറഞ്ഞു. പക്ഷേ എങ്കിലും മാതാവിൻ്റെ അടുത്ത് പോയി ഞങ്ങളൊരു 3 ചോറ് വാങ്ങിച്ചു കേട്ടോ. എല്ലാവരും കൂടി മക്കൾക്കും എല്ലാവർക്കും കൂടി കൊടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ വേസ്റ്റ് ചെയ്യാണ്ട് ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് പിന്നെ ഞങ്ങൾ മാതാവിൻ്റെ മുകളിലൊരു സ്ഥലമുണ്ട്. മാതാവിൻ്റെ അടുത്ത് പോയിട്ട് നേർച്ച പ്രാർത്ഥിക്കുന്നതും നേർച്ച കഴിക്കുന്നതും. അപ്പോൾ അവിടെ പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴും ആൾക്കാർ ഒരുപാട് പേര് വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്നതിന് ശേഷം നമുക്ക് മുകളിൽ മാതാവിൻ്റെ അടുത്ത് ആ ക്യൂവിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റി. ഒരുപാട് ദൂരത്തായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ക്യൂവിൽ നിൽക്കാണ്ട് അവിടെ വെയിറ്റ് ചെയ്തു. അതിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞങ്ങൾ കയറി മാതാവിനോട് പ്രാർത്ഥിച്ചു നേർച്ചയൊക്കെ ഇട്ടതിന് ശേഷം. അപ്പോഴും താഴെ ഒരുപാട് ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുർബാനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എല്ലാവരും കൂടി നേർച്ചയൊക്കെ കഴിച്ചതിന് ശേഷം താഴത്തേക്ക് പോന്നു. താഴെ എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ മാതാവിനെ തിരി കത്തിക്കാനായിട്ട് തിരിയൊക്കെ വാങ്ങിച്ച് സമാധാനത്തോടുകൂടി നിന്ന് പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ നമുക്കൊരു സമാധാന സന്തോഷം ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് എല്ലാ നേർച്ചകളും ഒരു നേർച്ചകളും വിട്ടുപോകാതെ കഴിക്കാനൊക്കെ ആയിട്ട് പറ്റി. മനീഷയുടെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ് കേട്ടോ. മനീഷയുടെ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടു. അവൾ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ വീടൊക്കെ. അങ്ങനെ വീടിനും ഞങ്ങൾ പള്ളി മുറ്റത്ത് പോയി അമ്മയോട് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു കേട്ടോ. ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കൂടി അവിടെ ഞങ്ങൾ നിന്നതിന് ശേഷം വീണ്ടും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് പോയി കേട്ടോ. റിച്ചൂസ് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനൊരു ദോശ വാങ്ങിച്ചു കൊടുത്തു. ഗുലാബ് ജാം വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ തന്നെ പോയിട്ട് ബില്ലാക്കുകയാണ്. അങ്ങനെ ഗുലാബ് ജാമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. നന്നായിട്ട് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ പള്ളി മുറ്റത്തു നിന്നൊക്കെ ഇറങ്ങി ഗ്രോട്ടോയുടെ അടുത്തെത്തി. അപ്പം ഗ്രോട്ടോയിലൊക്കെ കയറി കുറേ നേരം അവിടെ നിന്നു കേട്ടോ. ഇന്നത്തെ ഈ ദിവസം ഏറ്റവും മനോഹരമാക്കി തന്നതിന് അമ്മയോട് പ്രാർത്ഥിച്ച് അടുത്ത വർഷം ഇതിലും സന്തോഷത്തോടു കൂടി വരാനായിട്ട്